Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning. Okay, start ചെയ്യാം നമുക്ക്. Okay, ma'am. Okay, start you. Let's start with prayer, today and signing. Good morning, ma'am. And good morning, my dear friends. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈരണിഞ്ഞ വിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂമിയിൽ കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈരണിഞ്ഞ വിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂമിയിൽ കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിൻ ഉണ്മയെ സ്നേഹിച്ചു ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോര് മാതൃകയായിട്ട് സ്വീകരിച്ചു. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈരണിഞ്ഞ വിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂമിയിൽ കാരണനായുള്ള തമ്പുരാനേ. Okay, yeah. Then today and signing. Quote, ഞാനാണ് മാം. People are unhappy when they get something too easily. You have to see it. That's the only moral they know. By Danny Raffier. Presented by Selena. Okay, good morning, ma'am. Welcome to the class. Sign in ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനൊരു പാട്ടാണ് പാടുന്നത്. എൻ്റെ വോയിസ് ശരിയല്ല, എന്നാലും ഒരു പാട്ട് പാടാം. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗം നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. നിന്റെ നന്ദവൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. വരും ജന്മത്തിലെങ്കിലും ശൗരി ഒരു പൂവായി വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ, നിന്റെ കാൽക്കളിലറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ. താങ്ക് യു മാം. വെൽക്കം ടു അവർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. Okay, yeah. So, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാൻ മാം. സുഖാണ്. ഒരുപാട് നാളെ കണ്ടിട്ട്. കുറച്ച് നാളെ, ഒരുപാടില്ല, കുറച്ച് നാളെ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ്. മഴയൊക്കെയാണ്. മഴയാണ് ചോദിച്ചോളൂ അല്ലെ? മഴയാണ്. സ്റ്റുഡൻസ് വളരെ കുറവാണല്ലോ. ആയതുകൊണ്ടായിരിക്കും മാം. കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് മാം.
Yeah, good morning. മാം എന്റെ മോന്റെ മാരേജ് ആയി, മാം വരുവോ? എവിടെയാണ് സ്ഥലം പറയൂ? മോൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളീയരാണ്, പക്ഷെ അവർ സെറ്റിൽ ആയിരിക്കുന്നവരുടെ ജോലി വിദ്യാഭ്യാസം പ്രമാണിച്ച് ബാംഗ്ലൂരാണ്. കുഞ്ഞുങ്ങൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടാണ്. നമ്മുടെ മോനും അവിടെ തന്നെയാണ് ജോലി. നമ്മൾ മാരേജ് അവിടെ ബാംഗ്ലൂരിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എൻഗേജ് കേരളത്തിൽ വെച്ചാണ്. കേരളത്തിലാണ് നമ്മുടെ വീട്. ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഹസ്ബൻഡിന്റെ അമ്മ സഹോദരങ്ങളെല്ലാം ചെന്നൈയിലാണ്. ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് തൽക്കാലം ഇപ്പൊ ചെന്നൈ താമസിക്കുന്നു. കേരളത്തിൽ നമുക്ക് വീടുണ്ട്. അവിടെ വെച്ചാണ് എൻഗേജ്. എല്ലാവരെയും വിളിച്ച് കല്യാണം പോലെ എൻഗേജ് അവിടെ വെച്ച് നടത്തിയിട്ട് അത്യാവശ്യക്കാരെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മാരേജ് ഫിക്സ് ചെയ്യുന്നു. ജൂലൈ 3 എൻഗേജ്, ജൂലൈ 12 മാരേജ്. മാമിന് പറ്റുമോ വരാൻ? ഞാനിപ്പോ അതിന്റെ ഇടയ്ക്കിടെ കിടക്കുക. ക്ലാസ്സിന് വെറുതെ മാം എല്ലാ അധ്യാപകരെങ്കിലും ഒന്ന് കാണാൻ, എന്തെങ്കിലും ഒന്ന് കേൾക്കാന്ന് വെച്ച് കേറുന്നു. ഇനി ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് തൊട്ടേ ഞാൻ സെറ്റ് ആവും. എല്ലാം വർക്കെല്ലാം പെൻഡിങ്ങിൽ കിടക്കുക. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ കേട്ടോ. വരാൻ പറ്റില്ല കേട്ടോ, അറിയാലോ. വിളിച്ചതിൽ സന്തോഷം. അറിയാം, എങ്കിലും വരാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയാം, എങ്കിലും ഞാൻ പറയേണ്ട എന്റെ കടമയല്ലേ. സന്തോഷം. ഓക്കെ മാം. ഓക്കെ ബൈ. ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ലെഫ്റ്റ് ആവുന്നെങ്കിൽ ഇതാണ് കാരണമെന്ന് ചിന്തിക്കുക. അല്ലാതെ മനഃപൂർവ്വം ഒരിക്കലും ഒരു അധ്യാപകരുടെയും ക്ലാസ് ഞാൻ ലെഫ്റ്റ് ആയി കളയുന്ന വ്യക്തിയല്ല. മനസ്സിലായി കേട്ടോ, കുഴപ്പമില്ല. ക്ലാസ് ഓക്കെ കാണും. ഓക്കെ. ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ കയറും, അല്ലാത്തപ്പോൾ ലെഫ്റ്റ് ആയി അതും ഇതും കൂടെ രണ്ടും കൂടെ ഇടയിൽ കിടക്കുക ഇപ്പൊ. കാരണം ബാംഗ്ലൂരിൽ പോകണം, കേരളത്തിൽ പോകണം, ഇവിടെ ചെന്നൈ വേണം. 3 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, മാരേജ് ചെയ്യണം. കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇടയ്ക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ഞാനല്ലേ, ഹസ്ബൻഡ് കുവൈറ്റിലല്ലേ. ഇപ്പൊ ടൈമിൽ വരും. ഇപ്പൊ വന്നിട്ട് ഹസ്ബൻഡ് പോയി. ഇനിയിപ്പോ ജൂണിലേക്ക് ഹസ്ബൻഡിന് മാരേജിന് വേണ്ടി തിരിച്ചു വരണം. അപ്പൊ അതും അറേഞ്ച് ചെയ്യണം. എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇങ്ങനെയാണ് എന്റെ ജോലിയും പഠിത്തം എല്ലാം. ഞാൻ എന്തെങ്കിലും കൂടെ സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ പകുതിയാവും. എന്നെയും ഹസ്ബൻഡ് ഇവിടെ കുവൈറ്റിന് പോകാൻ പറയും, അല്ലെ ചെന്നൈ ഫ്ലാറ്റ് വാങ്ങിച്ച്, അല്ലെ കേരളത്തിൽ ഒരു വീട് വെച്ച് എന്നെ പിടിച്ച് അവിടെ ഇടും. ഇപ്പൊ എല്ലാം ഒന്ന് സെറ്റായി. ഇനി ഞാൻ മോൻ എപ്പോ ബാംഗ്ലൂർ വിളിച്ചാൽ ഞാൻ ഇനി വരുന്നില്ല, ഇനി എന്റെ അവസാനത്തെ സമയം, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങും വരത്തില്ലെന്ന് പറഞ്ഞു തന്നെ. അപ്പതാ മാരേജ്. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓക്കെ ജൂലി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. അപ്പോ ഇനി പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രപ്പോസിഷൻ ആണ് എടുത്തോണ്ടിരുന്നത്, അല്ലെ? ഡ്യൂറിങ് വരെ എത്തി അല്ലെ? സോ നെക്സ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പിന്നെയും റിവൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രപ്പോസിഷൻ ബൈ ആണ്. ബൈ എഴുതാ, നോട്ട്ബുക്ക് എടുക്കുക, എഴുതാട്ടോ. ഇന്ന് പ്രപ്പോസിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ. ഓക്കെ, ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ചോദിക്കണ്ട. ക്ലിയർ ചെയ്ത് ക്ലാസ് ഞാൻ പറഞ്ഞു തരാം. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കും. അതിനുശേഷം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ചെയ്യുക നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ പ്രപ്പോസിഷൻ ബൈ. ബൈ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ത്രൂ പറയാനാണ്. അതായത് എന്ത് ത്രൂ ആണ് നമ്മള്. ഡ്യൂറിങ് എടുത്തല്ലോ, ഡ്യൂറിങ് എടുത്തില്ല? ഞാൻ എടുത്തോ? എടുത്തു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. മാം ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് മാം. ഓക്കെ. അപ്പൊ ബൈ ആണ് കേട്ടോ. ബൈ എങ്ങനെയാണ്? നമ്മളിപ്പോ എഴുതിക്കോളും, പോയിന്റ് വൈസ് ചെയ്ത് ഞാൻ പറയാം. ഫസ്റ്റ് ട്രാവൽ. First point, travel. Then communication. മിസ് ഒറ്റ മിനിറ്റ് Do. പറയൂ ഒറ്റ മിനിറ്റ്. ഞാൻ പോയിന്റ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കിയേക്കാം. ഓക്കെ, എവിടേക്കാണ്? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തഡ് ഓഫ് പേയ്മെന്റ്, ടൈം. ഓക്കെ, ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതാം. ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്.
ഓക്കെ. ട്രാവൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മള് ഇൻ ഓൺ ഒക്കെ പറയുമ്പോൾ സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻ ആണ്, ആൻഡ് ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ ഓൺ ആണെന്ന് പറഞ്ഞു അല്ലെ. ഓൺ ദ ബസ്, ഓൺ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ കാറിലാണ് എന്നൊരു രീതിയിലാണ് അവിടെ ആ ഇന്നും ഓണും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാറിലാണ്. ആ സമയം നമ്മൾ ട്രാവൽ ചെയ്യാണ്, ഞാൻ വരുന്നത് കാറിലാണ് എന്ന് പറയാം, ഞാൻ വരുന്നത് ട്രെയിനിലാണ്, അല്ലെങ്കിൽ അവര് വരുന്ന ട്രെയിനിലാണ് എന്നൊക്കെ പറയുമ്പോ വരുന്നത് ട്രാവൽ ചെയ്യുന്നതാണ് അല്ലെ. സോ നമ്മളപ്പോ യൂസ് ചെയ്യുന്നത് എന്ത് ത്രൂ ആണ് വരുന്നത്? എന്തോ ആകാം അല്ലെ. കാർ ആകാം, ട്രെയിൻ ആകാം, ഫ്ലൈറ്റ് ആകാം, ബസ് ആകാം, എന്തോ ആണെങ്കിലും ആകാം. അതിൽ ലാർജെന്നോ സ്മോളെന്നോ ഒന്നുമില്ല. എല്ലാം ഏത് വഴിയാണോ നമ്മൾ വരുന്നത് അത് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഓക്കെ. They came by taxi. Taxi through ആണ് വന്നത്. They came by taxi and they went by car. They went by car. ഒരു കാറ് വഴിയാണ് പോയത്. മനസ്സിലായോ? അപ്പൊ എന്ത് ത്രൂ ആണ് വരുന്നത്? എന്ത് ത്രൂ ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്? അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് എന്ത്? ബൈ എന്ന് പറയുന്നത്. അപ്പൊ ട്രാവൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, ട്രാവൽ എന്തായാലും ഏത് വെഹിക്കിൾ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും, ഇപ്പോ ട്രാവൽ ബൈ ഹിംസെൽഫ്, ഞാൻ സ്വയം പോകുന്നു, ആ ഒരു രീതിയിലല്ലേ വരാം. അപ്പൊ എന്ത് ട്രാവൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എന്തിനേയും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ട്രാവൽ ക്ലിയർ ആയോ? ഒരു 2 എക്സാമ്പിൾ കൂടി പറഞ്ഞു തരുമോ? എക്സാമ്പിൾ ഞാൻ ടൈപ്പ് ചെയ്തേ. I will go by bus. They came by taxi and they went. He went by a car. He went by car. They went by car. ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ട്രാവൽ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിയേ പെട്ടെന്ന്. She went by train. She went by train പറയാം. Then I am going to school by bus. yeah, going to school by bus. Okay. Communication വെച്ചൊരു എക്സാമ്പിൾ. Yes. Another example കേട്ടോ. The old woman is too weak to travel by himself. Weak ആണ്, സോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ട്രാവൽ എങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ. സോ ദെൻ മൂവിങ് ഓൺ ദ നെക്സ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ത് ത്രൂ ആണോ അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ബൈ. ബൈ മീൻസ് ത്രൂ തന്നെയാണ് കേട്ടോ. എന്ത് ത്രൂ ആണോ നമ്മളെല്ലാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്യുന്നത്, എന്ത് ത്രൂ ആണ് നമ്മൾ പേയ്മെന്റ് പേ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോ ബൈ എന്ന് പറയുന്നത് ത്രൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാം, ഈ ഓൾഡ് വുമൺ ഈസ് ടു വീക്ക് ടു ട്രാവൽ ബൈ ഹിംസെൽഫ് എന്ന് തന്നെ വരുമോ? ഹിംസെൽഫ് എന്ന് വെച്ചാൽ സ്വയം എന്നാണോ? ഹെർസെൽഫ്. ഓക്കെ, അപ്പൊ എക്സാം ഇത് കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ഏതാട്ടോ? കമ്മ്യൂണിക്കേഷൻ. ഏതാ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ ത്രൂ ആണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം?
ടെലിഫോൺ വഴി ചെയ്യും, ലെറ്റേഴ്സ് വഴി ചെയ്യും. മെയിൽ ചെയ്യാം അല്ലെ, ബൈ ഫോൺ, ബൈ മെയിൽ, ബൈ പോസ്റ്റ്, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ചെയ്ത ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ. നമ്മൾ സംസാരിച്ചത് ഫോൺ വഴിയാണ് അല്ലെ. ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ. I sent a letter to her by post. Okay. ഇപ്പോ ഈ പറയുന്ന ഈ ബൈ പ്രപ്പോസിഷൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതൊന്നും ഒരുപാട് ആലോചിക്കേണ്ട. ഇത്രയും മനസ്സിലാക്കുക. എന്ത് വഴിയാണോ നമ്മള് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, ഇനി പേയ്മെന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ എന്ത് വഴിയാണോ ചെയ്യുന്നത് ആ ഒരു ത്രൂ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ബൈ എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്. നമുക്ക് പേയ്മെന്റ് എന്തൊക്കെ രീതിയിൽ പേയ്മെന്റ് ചെയ്യാം. ഇപ്പോ ബൈ ചെക്ക് അല്ലെ, ബൈ ക്യാഷ്, ബൈ ജിപേ അല്ലെ, ബൈ കാർഡ് അല്ലെ. വി പെയ്ഡ് ദ ബിൽ ബൈ ജിപേ പറയാം. മനസ്സിലായോ? ഞാൻ ജിപേ ത്രൂ ആണ് ബില്ല് പേ ചെയ്തത്. വി പെയ്ഡ് ദ ബിൽ ബൈ ജിപേ ഓർ ഫോൺ ഓർ കാർഡ്, ബൈ കാഷ് എന്ന് വേണമെങ്കിലും പറയാം. മനസ്സിലായോ? അപ്പൊ ഈ മൂന്ന് മനസ്സിലായോ? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, ഒരുപാട് എക്സാമ്പിൾസ് പറയാനും ആവശ്യമില്ല, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ആണ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കറക്റ്റ് ടൈം വരുമ്പോ അറ്റ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. She going to school at she go to school at 10 AM. കറക്റ്റ് ടൈം ആണത്. 10 മണിക്ക് സ്കൂളിൽ പോകുന്നു എന്നാ പറയുന്നത്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അവള് ഒരു 10 മണിയോടെ സ്കൂളിൽ പോകും എന്നാണെങ്കിൽ കറക്റ്റ് ടൈം ആണോ നമ്മൾ പറഞ്ഞേ? 10 മണിയോടെ എന്നാ പറഞ്ഞത്, കറക്റ്റ് ടൈം അല്ല അല്ലെ. ഏകദേശം 10 മണി, ചിലപ്പോ 9:55 ആകാം, 10:05 ആകാം. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നത്. 10 മണിയോടെ പോകാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ്? ബൈ ആണ്. ഓക്കെ, എക്സാക്ട് ടൈം നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ബൈ യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ടൈമിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഡേ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, മന്ത് ആണെങ്കിൽ യൂസ് ചെയ്യാം, ഇയർ ആണെങ്കിൽ യൂസ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ? അതായത് ഇപ്പോ നാളെയോടുകൂടി നിങ്ങളുടെ ആ ഒരു പേയ്മെന്റ് അടയ്ക്കേണ്ട ഒരു ടൈം അവസാനിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് അല്ലെ. നാളെയോടുകൂടി, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ശരിക്കും ഇവിടെ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. അങ്ങനെ ഒരു ഡേറ്റിലൊക്കെ പറയുന്നത് ലാസ്റ്റ് ഡേറ്റിലാണ്. നാളെയോടുകൂടി ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്ന ടൈം അവസാനിക്കും, നാളെയോടുകൂടി എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബൈ ആണ്. ഇനിയിപ്പോ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലീസ് സെൻഡ് us the mail by tomorrow. നാളെയോടുകൂടി ആ മെയിൽ ഒന്ന് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലീസ് സെൻഡ് the payment by tomorrow. നാളെയോടുകൂടി പേയ്മെന്റ് സെൻഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നാളെ എന്ന് പറയാൻ നമുക്ക് ബൈ യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് ആ ഡേറ്റോട് കൂടി പേയ്മെന്റ് അടക്കുക എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഡേറ്റിലും പറയാം, മന്ത് ആണെങ്കിലും പറയാം. മനസ്സിലായോ? ഇനിയിപ്പോ എക്സാക്ട് ടൈം അല്ല, ഒരു ടൈം ആണെങ്കിൽ പോലും നമുക്ക് പറയാം. 12 മണിയോട് കൂടി, നാളെയോടുകൂടി അല്ലെ, അല്ലെങ്കിൽ ജനുവരിയോടുകൂടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മലയാളത്തിലാണെങ്കിലും പറയാറില്ലേ. അപ്പൊ ആ ഒരു പ്ലേസസിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് ബൈ എന്ന് പറയുന്നത്. ഉച്ചയോടുകൂടി ഞാൻ ഉണ്ടാകും എന്ന രീതിയിലാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? എക്സാക്ട് ടൈം ആണ് പറയുന്നെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഉറപ്പില്ല, ആ ഒരു ടൈമോട് കൂടി ഞാൻ അവിടെ ഏകദേശം എത്തും എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ നമുക്ക് ബൈ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ടൈം വരുന്നത്. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ ഏതാ? Girls will vacate their room by 11 AM. 11 മണിയോടെ ഗസ്റ്റ് അവരുടെ റൂം വെക്കേറ്റ് ചെയ്യും. മനസ്സിലായോ? I will reach there by 5 o'clock. Yes. ഓക്കെ, അപ്പൊ ഇതാണ് ടൈമിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്.
ഇനി ബൈ യൂസ് ചെയ്യുന്നത് ഇപ്പോ അവളാൽ, അവനാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ നോവൽ എഴുതപ്പെട്ടത് എന്താണ്, അവളാലാണ് ഈ നോവൽ എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്നാൾ ആലാണ് ഈ നോവൽ എഴുതപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അല്ലെങ്കിൽ കത്ത് എഴുതിയത് ഇന്നാളാലാണ്. അതായത് ഇപ്പോ എന്താണ്, ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹർ, അവളാൽ വരയ്ക്കപ്പെട്ട പിക്ചർ ആണെന്ന് പറയുന്നത്, അവൾ വരച്ച പിക്ചർ ആണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ദിസ് നോവൽ വാസ് റിട്ടൺ ബൈ, ദിസ് നോവൽ റിട്ടൺ ബൈ എന്താ ഷേക്സ്പിയർ അല്ലെ. അങ്ങനെ കേൾക്കാറുണ്ടല്ലോ അല്ലെ, ബൈ വെച്ചിട്ട് പറയുന്നത്. അവളാൽ, അവനാൽ എന്നൊരു മീനിങ്ങിലാണ് വരാം. പേരാണെങ്കിൽ ആ പേര് ഇപ്പോ മീരയാൽ, മനസ്സിലായോ? മീരയാൽ, പിക്ചർ വാസ് പെയിന്റഡ് ബൈ മീര, മീരയാൽ വരയ്ക്കപ്പെട്ട എന്താണ്, അതൊരു പിക്ചർ ആണ്, മനസ്സിലായോ? അപ്പൊ അവളാൽ, അവനാൽ എന്നൊരു മീനിങ് കൂടെ നമുക്ക് ബൈക്കുണ്ട്. ഐ വാസ് ഇൻവൈറ്റഡ് ബൈ മീര, ഞാൻ മീരയാലാണ് ക്ഷണിക്കപ്പെട്ടത്. ബൈ ചെയ്തിട്ട് മീരയാണ് എന്ന രീതിയിലാണ് പറയുന്നത്, ബൈ മീര. ഗീതാഞ്ജലി വാസ് ഡൺ ബൈ യെസ്. ഓക്കെ, ഇങ്ങനെയാണ് ബൈ. ഇത്രയും പോർഷൻസ്, ഇത്രയും പോയിന്റിലാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുക, ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റില് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതൊക്കെ കുറച്ചൊരു എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ? ബൈ ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. എക്സാമ്പിൾസ് ഒക്കെ എഴുതാട്ടോ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഇനി നെക്സ്റ്റ് അടുത്തൊരു പ്രപ്പോസിഷൻ എഴുതാം. സിൻസ് എഴുതാട്ടോ. സിൻസ് സ്പീഡിലെടുത്ത് പോകുന്നെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. കാരണം ഈ ചാപ്റ്റർ എടുത്തതിന് ശേഷമാണ് എനിക്ക് ടെൻസ് എടുക്കാനുണ്ട്. അതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടന്റ് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോ നമ്മള് ഈ പ്രപ്പോസിഷൻ എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ടെൻസിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ചോദിച്ചാലും ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മിസ് സ്പീഡിൽ എടുത്തു പോകുന്നു എന്ന് പറയണ്ട. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ടെൻസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ടെൻസിലും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഏതാട്ടോ? സിൻസ് ഏതാ? സിൻസ്, പ്രപ്പോസിഷൻ സിൻസ്. സിൻസ് എന്താണ്? മുതൽ. മലയാളത്തില് നമ്മൾ മുതൽ എന്നാ പറയാ. മുതൽ. ഓക്കെ, കേട്ടിട്ടില്ലേ? നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ, കേട്ടിട്ടുണ്ടോ? ആ മുതലാണ് കേട്ടോ. എഴുതിക്കോളൂ. നമുക്ക് ഈ സിൻസ് എല്ലായിടത്തും യൂസ് ചെയ്യാം. തിങ്കളാഴ്ച മുതൽ, ജൂൺ മുതൽ, 2020 മുതൽ എന്ന് പറയാം, അല്ലെങ്കിൽ 7 മണി മുതൽ അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് പോയിന്റ് ടൈം ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ? സിൻസ് എന്താണെന്ന് മനസ്സിലായോ? ഐ ഇംപ്രൂവ് മൈ സെൽഫ് സിൻസ് മൺഡേ. അതായത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലേ, ഞാൻ നാളെ ഞാൻ ന്യൂ ഇയർ മുതൽ ജിമ്മിൽ പോകും, വർക്കും എന്നൊക്കെ പറയില്ലേ, ആ സംഭവം തന്നെ. അപ്പൊ ഈ സിൻസ് പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. ഓക്കെ, അറിയാൻ പറ്റും. ഓക്കെ, എന്നാലും ഇന്ന് പറ്റൂല. അതാ നാളെ നമ്മൾ അങ്ങനെയാണല്ലോ. ഞാൻ റിലേഷൻഷിപ്പ് സിൻസ് 2015. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കേട്ടോ സിൻസ് വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഇപ്പൊ നിങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 9 AM എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളില്ല, സിൻസിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതി വെക്കേണ്ടതാണ്. അല്ലാതെ കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സിൻസ് എവിടേക്ക് യൂസ് ചെയ്യാം? സിൻസിന്റെ മലയാളം മീനിങ് ആദ്യം എഴുതി വെക്കാം, മുതൽ എന്ന് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ അല്ലെ. എന്നിട്ട് താഴെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം.
മൺഡേ അല്ലെങ്കിൽ ഡേയുടെ കൂടെ യൂസ് ചെയ്യാം, മന്തിന്റെ കൂടെ യൂസ് ചെയ്യാം, ഇയറിന്റെ കൂടെ യൂസ് ചെയ്യാം, ടൈമിന്റെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡേ ആണെങ്കിൽ നാളെ മുതൽ മൺഡേ മുതൽ എന്ന് പറയാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പറയാം. ഇനിയിപ്പോ മന്ത് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ജൂൺ മുതൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ആദ്യം നോട്ട് എഴുതി വെക്കുക, അതിനുശേഷം ഞാൻ പറയുന്ന എക്സാമ്പിൾ ചെയ്താം. ഓക്കെ, I'm working here since 2015. Yeah, clear. Yeah. Since ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇപ്പൊ എടുക്കുന്ന since ഒരിക്കലും മറക്കരുത്. ടെക്സ്റ്റ് എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ പറയുന്ന എക്സാമ്പിൾസിലൊക്കെ ഞാൻ പറയാം, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ എക്സാമ്പിൾ എഴുതും ഫസ്റ്റ്. I have been studying since 9 AM. 9 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മളോട് സിൻസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, സിൻസിലേക്കാണ് ഞാൻ പോയത് അല്ലേ? 4 എടുത്തില്ലല്ലോ. 4 ഞാൻ പറയാം. അപ്പോ I have been studying since 9 AM. ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Then അടുത്ത എക്സാമ്പിൾ എഴുതാം. She has been a teacher since 2015. She has been a teacher since 2015. 2015 മുതലുള്ള ടീച്ചർ വർക്ക് ചെയ്യാണ്, ടീച്ചർ ആണ്. I'm studying in Smart C since October. ഇവിടെ ഓക്കെ, ഇതാ my dream is to become a teacher since my childhood. Yes. Yeah, Tamanna, I am in a relationship. Okay, correct ആണ്. Fida, I'm working, I'm studying in Smart City. Correct ആണ് കേട്ടോ. പക്ഷെ നമ്മൾ പറയുന്നത് ഞാൻ ടെൻസ് പറയുമ്പോൾ പറഞ്ഞുതരാം എന്താണ് നിങ്ങൾ യൂസ് ചെയ്തത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും പഠിക്കുകയാണ് എന്ന് പറയുന്നത് രണ്ടാണോ? ആണോ? അതെ. പറയുമോ? മലയാളത്തില് ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് രണ്ടാണോ അല്ലെങ്കിൽ ഒന്നാണോ? യെസ് മാം, രണ്ടാണ്. മാം. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. പറഞ്ഞ ടെൻസ് എടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത്. ഓക്കെ, അപ്പൊ ഓക്കെ, സിൻസ് ഓക്കെ അല്ലേ? മുതലെന്നാണ് മീനിങ് വരാം. എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, has been ill since last Friday. Yes, I have been studying in I have been standing in the bus stop since morning. I'm standing in ആണോ വരാ? ആണോ? പ്രപ്പോസിഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മിസ്റ്റേക്ക് ആണോ? അച്ഛ വരുമോ? ഇന്ന് വരുമോ? അറ്റ് വരുമോ മാം? എക്സാക്ട് പറയുന്നോണ്ട്. ഞാൻ ആലോചിച്ച് നോക്കൂ, അച്ഛ വരുമോ? ഇന്ന് ഇടയ്ക്ക് നമുക്ക് ഇന്ന് പറയാം, പക്ഷെ എന്താണ് കറക്റ്റ് ആണോ അത്? അല്ല മാം, ഓണല്ല, ഓൺ വരില്ല. ബസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓൺ പറയായിരുന്നു. ഇത് പറയുന്നത് ബസ് സ്റ്റോപ്പ് ആണ്. അച്ഛല്ലേ വരാ? അച്ഛാണ് കേട്ടോ. അച്ഛാണേ. ഓക്കെ മാം. കറക്റ്റ് ഒരു എക്സാക്ട് പ്ലേസ് അല്ലേ പറയുന്നത്. എക്സാക്ട് പ്ലേസ് പറയുമ്പോൾ അച്ഛാണ്. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ് നമുക്ക് ഗ്രാമറിൽ വരാം. അത് പഠിച്ചാൽ ഓക്കെ, കറക്റ്റ് ആണ്, സിമ്പിൾ ആണ്. I have been standing at the bus stop since morning.
ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഇൻ പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പോ സിൻസ് ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? Yes, ma'am. അത്രയേ ഉള്ളൂ ആ പ്രപ്പോസിഷൻ. നെക്സ്റ്റ് 4 ആണേ. 4 എഴുതാം. 4ഉം സിൻസും ഏകദേശം ഒരു കണക്ഷൻ ഉണ്ട്. അതായത് സിൻസ് മുതൽ എന്നാണ് പറയുന്നെങ്കിൽ നമ്മൾ വേറൊരു മലയാളം പറയാറുണ്ട്. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അങ്ങനെയും നമുക്ക് പറയണ്ടേ? ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം, ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റും. ഇത് രണ്ട് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ട് പ്രപ്പോസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മീനിങ് മാറിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാ പറയാ? ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ I have been studying for 3 hours. have been studying for 3 hours എന്ന് പറയണം. 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയിട്ട് എന്നൊരു മീനിങ് ഫോറിനുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. ഓക്കെ, ആയിട്ട് എന്നൊരു മീനിങ് 3 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. have been living there for 3 years എന്ന് പറയാം. ഓക്കെ, 3 വർഷമായിട്ട് അവിടെ താമസിക്കുകയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആയിട്ട് എന്നൊരു മീനിങ് നമുക്ക് എന്താണ്? ഈ പ്രപ്പോസിഷൻ ഉണ്ട്. എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തെങ്കിലും എഴുതാം. I have been studying for 3 hours. ഇവിടെ പറയുമ്പോ വ്യത്യാസം, നമ്മൾ ഒരിക്കലും ടൈം പറയില്ല കേട്ടോ. 3 മണി ആയിട്ട് എന്ന് നമ്മൾ പറയോ? ഇല്ല, അവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. ആ ഒരു കറക്റ്റ് എത്ര ടൈമിലാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത്. 3 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഡ്യൂറേഷൻ ഓഫ് ടൈം അവിടെ മെൻഷൻ ചെയ്യാം, അല്ലാതെ കറക്റ്റ് എക്സാക്ട് ടൈം ഒന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, മുതലാണെങ്കിൽ നമുക്കത് പറയാം 3 മണി മുതൽ. അപ്പൊ മുതലിന്റെ അവിടെ നമുക്ക് 3 മണിക്കൂർ മുതൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. 3 മണി അത് സ്റ്റാർട്ടിങ് ടൈം ആണ്, സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് സിൻസ് വരുന്നത്. പക്ഷെ 4 വരുന്നത് എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ ഇതാ. He has lived in London for 3 months. നമുക്കിവിടെ മാസം അല്ലെ, മന്ത് പറയാം, അവർ പറയാം, പിന്നെ ഇയർ പറയാം, ഇതൊക്കെ ഫോറിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആയിട്ട് ഒത്തിരി മീനിങ് ഫോറിനുണ്ട്. അത് മാത്രാണോ? ഇപ്പൊ ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്ന് പറയാലോ അല്ലെ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി അല്ലെ, വേണ്ടി എന്നൊരു മീനിങ് കൂടെ ഫോറിനുണ്ട്. അതും കൂടെ എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ എഴുതുന്നുണ്ട്. ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. ദിസ് ഗിഫ്റ്റ് ഐ ഗോട്ട് ഫോർ യു എന്ന് പറയാം. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ് അല്ലെ. Okay, I'm living for you. Yeah, clear ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രപ്പോസിഷൻ ഫോറിനെ കുറിച്ച് പറയാനായിട്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പൊ ഇങ്ങനെയൊക്കെ മീനിങ് വരുന്നുണ്ട് ഫോറിന്. നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫോർ പ്രപ്പോസിഷൻ ഒക്കെ നമ്മൾ ഇടയ്ക്ക് പോലും അറിയാതാണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്, ക്ലിയർ. Yeah, then moving on the next, the last proposition is between. Between എന്താണ്? Between സിമ്പിൾ ആണ് പറയാനായിട്ട്. ഇടയിൽ എന്നൊരു മീനിങ് ആണ് between വരാം. In between. We are waiting for Jolly Chechi's son marriage. Okay.
ഞാനത് പറയുന്നില്ല. ഓക്കെ, ഞാൻ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ ബിറ്റ്വീൻ ഏതാട്ടോ? ബിറ്റ്വീൻ മീനിങ് ഇടയിൽ ഏതാ? ഇടയിൽ, നടുക്ക്, ഇടയിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ഏതാ? ആ മീനിങ് മാത്രമേ ബിറ്റ്വീൻ ഉള്ളൂ കേട്ടോ, വേറൊരു മീനിങ്ങും ഇല്ല. കാലഘട്ടം will be performed between 9 AM and 10 AM. ഇടയിൽ കാലഘട്ടം നടക്കുമ്പോ അല്ലെ, നടക്കുമ്പോ ഒരു മീനിങ്ങിലാണ് യൂസ് ചെയ്യാം. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. എക്സാമ്പിൾ എഴുതുട്ടോ. ടെക്സ്റ്റിൽ എക്സാമ്പിൾ നോക്കിയില്ലെങ്കിലും ഞാൻ പറയുന്ന എക്സാമ്പിൾ എഴുതാം. I'm standing between two walls. I'm standing between two walls. Between us, he is more active. നിങ്ങൾക്കിടയിൽ അവരാണ് കുറച്ചുകൂടെ ആക്റ്റീവ്. Just keep the secret between us. Keep ചെയ്യാം, secret keep ചെയ്യാന്ന് പറയുന്നത്. Okay? Yeah. They lived in New York between 1998 and 2004. Okay? അപ്പൊ ഇങ്ങനെയാണ് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. ബിറ്റ്വീൻ ഇടയിലാണ്, നമുക്ക് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യാം, ഇയറിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഏജ് ആണെങ്കിലോ ഏജിന്റെ കൂടെ യൂസ് ചെയ്യാം. ഏജ് ആണെങ്കിൽ പറയാം നമുക്ക് a child develops rapidly between the age of 13 and 16. ഇവ ഇവ ക്ലാസ്സിലുണ്ടോ? ഇവ ഓഗസ്റ്റിൻ ക്ലാസ്സിലുണ്ടോ? ഇല്ല. പാട്ട് പാടി ആളങ്ങനെ പോയോ? ഓക്കെ, സോ അടുത്തൊരു എക്സാമ്പിൾ എഴുതാട്ടോ. A child develops rapidly between the age of 13 and 16. ഇവ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇവ പാട്ട് പാടുന്നുണ്ട്. ക്ലാസ് ശ്രദ്ധിക്കാതെ പാട്ട് പാടുന്നു ഇവ. Okay, yeah. The boy stood between his father and mother. Yeah. Stood പറയാം, കുഴപ്പമില്ല. Stood നിന്നു പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ബിറ്റ്വീൻ. നോക്കിയല്ലേ, ക്ലിയർ അല്ലേ? ഇപ്പൊ എടുത്ത എല്ലാ പ്രപ്പോസിഷനും ക്ലിയർ ആണോ? ഒരുപാട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരാം. സിമ്പിൾ ആയിട്ട് കൂൾ ആയിട്ട് മനസ്സിലാക്കുക എന്താണ് പ്രപ്പോസിഷൻസ്. ഇപ്പൊ പറഞ്ഞ പ്രപ്പോസിഷൻസ് എന്താണ്, ഇങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മാത്രം പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരാം. അതർവൈസ് ഇതൊക്കെ എല്ലാവരും ഇപ്പൊ പറയും പോലെ ക്ലിയർ ആണ്. ഇനി ടെൻസ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ടൈമിലാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരാം. ഓക്കെ, അപ്പൊ ഇപ്പോ നേരത്തെ ഇൻ പറഞ്ഞ പോലെ അല്ലെ, ഇൻ ദ ബെസ്റ്റ് ഓഫ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ്. പക്ഷെ അവിടെ അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിക്കാം. ശരിക്കും അപ്പോഴാണ് പ്രപ്പോസിഷൻസ് പഠിക്കാട്ടോ. ഇപ്പൊ അല്ല, ഇപ്പൊ എന്താണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഹാവ് ടു ചൂസ്
between orange and apple. Between use ചെയ്ത് കറക്റ്റ് ആണ്, പക്ഷെ ടെൻസ് വൈസ് അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സെന്റൻസ് മിസ്റ്റേക്ക് ആണ്. മാം ഇവിടെ ഇറ്റ് ഈസ് റോങ് ടു സേ യു ക്യാൻ മീറ്റ് മീ ബിറ്റ്വീൻ 4 to 6 AM. അതെന്താ പറഞ്ഞത് ടെക്സ്റ്റിലെ? ഞാൻ കേട്ടില്ല, ക്ലിയർ ആയില്ല എനിക്ക്. മാം ഇറ്റ് ഈസ് റോങ് ടു സേ യു ക്യാൻ മീറ്റ് മീ ബിറ്റ്വീൻ 4 PM to 6 PM ടെക്സ്റ്റിൽ പറഞ്ഞില്ലേ? അതെന്താണ് നോട്ട് എന്ന് പറഞ്ഞിട്ടേ? അത് പറ കറക്റ്റ് ആണേ, തെറ്റൊന്നുമില്ല കേട്ടോ. മുഫീദ് പറഞ്ഞ ടെക്സ്റ്റിലാണോ? ആ നോട്ട് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ടല്ലോ. It is wrong to say you can meet me between it is always followed by and never used to. It is wrong to say you can meet me between ഇപ്പോ നിനക്ക് 4 മണിക്കും 6 മണിക്കും ഇടയിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന മിസ്റ്റേക്ക് ആണെന്നാ പറയുന്നത്. അതായത് നിനക്ക് എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോ വെരി ബ്യൂട്ടിഫുൾ അവർക്കിടയിൽ അവിടെ ബ്യൂട്ടിഫുൾ ആണ് പറയാട്ടോ, പറയാ അർച്ചന. നമുക്ക് യു ക്യാൻ മീറ്റ് മീ ബിറ്റ്വീൻ 4 മണിക്കും 6 മണിക്കും ഇടയിൽ നിനക്ക് എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണ്? പറയൂ. പറ്റും എന്നാ പറയുന്നത്. യു ക്യാൻ മീറ്റ് മീ ബൈ 4 അങ്ങനെ പറയുമോ? ബൈ 4 ബൈ യൂസ് ചെയ്യാം. ബിറ്റ്വീൻ ഒഴിച്ചുള്ള ഏത് പ്രൊപ്പോസിഷൻ വേണമെങ്കിൽ നമ്മളോട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അറ്റാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ മീറ്റ് മീ ആറ്റ് 4 o'clock എന്ന് പറയാം. നമുക്ക് 4 മണിക്ക് എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. 4 മണിക്കും 6 മണിക്കും ഇടയിൽ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ അങ്ങനെയാണല്ലോ, അല്ലെ? ആണോ? നമുക്ക് ആകെ ഒരു പ്രൊപ്പോസിഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, അല്ലെ? ബിറ്റ്വീൻ മാത്രമല്ല ഉള്ളത്, അല്ലെ? പക്ഷേ താലികെട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ ടൈമിനിടയിൽ എപ്പോഴെങ്കിലും നടക്കും, അല്ലെ? വിൽ ബി ആണ് പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. താലികെട്ട് വിൽ ബി പെർഫോംഡ് ബൈ പെർഫോംഡ് ബിറ്റ്വീൻ 9 AM and 10 AM. മീറ്റിംഗ്സ് പറ്റും, യു ക്യാൻ എന്ന് പറയുമ്പോൾ പറ്റും എന്നാണ്. സോ നമുക്ക് അവിടെ ബിറ്റ്വീന്റെ ആവശ്യമില്ല, നമുക്ക് വേറെ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെ? പ്രൊപ്പോസിഷൻ ആറ്റ് യൂസ് ചെയ്യാം, ഇൻ യൂസ് ചെയ്യാം, ഓൺ യൂസ് ചെയ്യാം. അത് ആ ഒരു ഏതാണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പ്രൊപ്പോസിഷൻസ് വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ബിറ്റ്വീൻ തന്നെ യൂസ് ചെയ്യാൻ. മാം അവിടെ എക്സാക്ട് ടൈം പറയുന്നില്ല, അപ്പൊ അറ്റ് പറ്റുന്നല്ലേ പറയുന്നത്? അറ്റ് എക്സാക്ട് ടൈം പറയുന്നുണ്ടെങ്കിൽ അല്ല അറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയിലുള്ള ഏത് ടൈമും ആവാലോ. പറയാലോ ഏതൊരു 10 മണിയോട് കൂടി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ യു ക്യാൻ മീറ്റ് മീ ബൈ 10 o'clock എന്ന് പറയാം. എമങ്ക് യൂസ് ചെയ്യില്ലേ? എമങ്ക് യൂസ് ചെയ്യുന്നത് വ്യത്യാസം കേട്ടോ. ഈ ബിറ്റ്വീനും എമങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 1 2 അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കിടയിൽ എന്നാ പറയാം. പക്ഷെ ഒരുപാട് ആളുകൾക്കിടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് എമങ്ക്. അവിടെ ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഐ സോ ഹിം എമംഗ് ദി ക്രൗഡ് എന്ന് പറഞ്ഞാല് ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ അവനെ കണ്ടു എന്ന് പറയുമ്പോൾ ഐ സോ ഹിം എമംഗ് ദി ക്രൗഡ്. ജനക്കൂട്ടത്തിനിടയിലാണ്, ഒരുപാട് ആളുകൾക്കിടയിൽ ഞാൻ അവനെ കണ്ടു. അല്ലാതെ ഇപ്പോ ഞാൻ അവർക്കിടയിൽ കണ്ടതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാടില്ലല്ലോ, ഒരുപാട് വരുമ്പോഴാണ് നമ്മൾ എമംഗ് യൂസ് ചെയ്യുക. രണ്ടിന്റെയും മീനിങ് സെയിം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടും രണ്ടായിട്ടാണ്, രണ്ട് ബേസിസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എമംഗ് ഒരുപാട് ആണെങ്കിൽ ബിറ്റ്വീൻ കുറച്ചാണ്. മനസ്സിലായോ? കീപ് ദ സീക്രട്ട് ബിറ്റ്വീൻ us. നമ്മൾക്കിടയിൽ സീക്രട്ട് സൂക്ഷിക്കുക എന്നാ പറയുന്നത്. നമ്മൾക്കിടയിലാണ്, കുറച്ചു പേരാണ്. എമംഗ് അങ്ങനെയാണ്. ഐ സോ എ ബേർഡ് എമംഗ് ദ ട്രീസ്. ഒരുപാട് മരങ്ങൾക്കിടയിൽ ഞാൻ ഒരു ബേർഡിനെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് എമംഗ് ആണ്. ഇതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതേപോലെ ഒരു ഇത് ടെക്സ്റ്റ് വൈസ് ഇല്ലാത്തൊരു രണ്ടല്ല ഒരു പ്രപ്പോസിഷൻ ഞാൻ പറയട്ടെ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നോക്കണേ.
ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. രണ്ടാണോ മാം? രണ്ടാണോ? ഒന്നല്ലേ? രണ്ടാണ് മാം. ഒന്ന് അരികില് എന്നുള്ളതും ഒന്ന് കൂടാതെ എന്നുള്ളതും അല്ലേ? കറക്റ്റ് ആണ്. മനസ്സിലായോ? രണ്ടാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ രണ്ടിന് രണ്ട് മീനിങ് ആണ്. ബിസൈഡ് എന്ന് പറയുന്ന അരികെ എന്നാണ്. ക്ലോസ് ടു യു അല്ലെങ്കിൽ നിയർ ടു യു ആണ് ബിസൈഡ്. ബിസൈഡ്സ് എന്നാണ് കൂടാതെ. എനിക്ക് ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ചും അറിയാം. ഐ നോ ഫ്രഞ്ച് ബിസൈഡ്സ് ഇംഗ്ലീഷ് എന്ന് പറയാം. മനസ്സിലായോ? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ബിസൈഡ്സ് ഫ്രഞ്ച്. ഞാൻ ഫ്രഞ്ച് കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയാം. അപ്പൊ കൂടാതെ എന്നൊരു മീനിങ്ങിലാണ് ബിസൈഡ്സ് വരുന്നത്. ബിസൈഡ് എന്താണ്? അരികെയാണ് അല്ലെ? ഷി സാറ്റ് ബിസൈഡ് മീ എന്ന് പറയാം. മനസ്സിലായോ? രണ്ടാണ്. കാണുമ്പോ ഒരു സ്പെല്ലിംഗ് ആണ്, നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒന്നാണല്ലോ എന്ന്. പക്ഷെ അല്ല, രണ്ടാണ്. ഇങ്ങനെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ബിറ്റ്വീൻ എമംഗും. രണ്ടാണ്. മീനിങ് ഒന്നാണെങ്കിൽ യൂസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. മനസ്സിലായോ? ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയില്ല. ഓക്കെ, ഈ ബിസൈഡ്സ് ഇപ്പൊ നോട്ട് ചെയ്യണോ മാം? ബിസൈഡ്സ് ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുന്നതാണോ? ബിസൈഡും ബിസൈഡ്സും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി എക്സാമിന് വിചാരിച്ചിട്ടാണെങ്കിൽ എക്സാമിന് ഞാൻ ടൈം ആകുമ്പോ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന്. ഞാൻ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പ്രപ്പോസിഷൻ അത്രയൊക്കെ ഉള്ളൂ. നാളെ പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് മോക്ക് ടെസ്റ്റിൽ വരുന്നത് നിങ്ങൾ ടെക്സ്റ്റ് വൈസ് ഉള്ള ടെക്സ്റ്റിലുള്ള പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് വരാട്ടോ. പുറത്തുനിന്നൊന്നും വരില്ല. പക്ഷെ എക്സാമിന് ചിലപ്പോ പുറത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രപ്പോസിഷൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ് മിസ്. ക്ലിയർ ആയിക്കോളും. മാം ബുദ്ധിമുട്ടില്ലെങ്കിൽ ബൈ ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. ഞാൻ ലേറ്റ് ആയിട്ടാണ് ക്ലാസ് കയറിയത്. ജസ്റ്റ് ഒന്ന് ബൈൻ്റെത്. ബൈ ഇപ്പൊ ആരെങ്കിലും പറയും. തമന്ന ഒന്ന് ബൈ പറയൂ. ബൈ, പ്രപ്പോസിഷൻ ബൈ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞേ. ഓക്കെ മാം. ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമുക്ക് 4 കേസിൽ മെയിൻ ആയിട്ട്. ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ടൈം പറയാൻ, അത് ട്രാവലിന് യൂസ് ചെയ്യാം, കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാം, മെത്തേഡ് ഓഫ് പേയ്മെന്റിന് യൂസ് ചെയ്യാം, ടൈം പറയാൻ യൂസ് ചെയ്യാം. ഇതിൽ ട്രാവൽ എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് മോഡ് ഓഫ് ട്രാവലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ദേ കെയിം ബൈ ടാക്സി, പിന്നെ ദേ കെയിം ബൈ കാർ, അതേപോലെ ഐ വിൽ ഗോ ബൈ ബസ്, പിന്നെ ഷീ വെന്റ് ബൈ ട്രെയിൻ. അപ്പൊ ഏത് മോഡ് ഓഫ് ട്രാവൽ, എങ്ങനെ ട്രാവലിംഗ് ആയാലും. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ദ ഓൾഡ് വുമൻ ഈസ് ടു വീക്ക് ടു ട്രാവൽ ബൈ ഹെർസെൽഫ്. അപ്പൊ ഏത് മോഡ് ഓഫ് ട്രാവലിനും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഏത് മോഡ് ഓഫ് ഇതായാലും കമ്മ്യൂണിക്കേഷൻ ആയാലും, ഇപ്പൊ ഫോൺ ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, കാർഡ് ഉണ്ട്. ഇപ്പോ ഐ സ്പോക്ക് ടു ഹെർ ബൈ ഫോൺ, പിന്നെ ഐ സെൻഡ് എ ലെറ്റർ ടു മാം ബൈ പോസ്റ്റ്. പോസ്റ്റ് വഴി ഞാൻ ലെറ്റർ അയച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോൺ വഴി ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. പിന്നെ പേയ്മെന്റ്, അടുത്താണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ വി പേ ദ ബിൽ ബൈ ക്യാഷ് വഴി. അതേപോലെ അരുൺ പെയ്ഡ് ദ ബിൽ ബൈ കാർഡ്. ഇപ്പൊ മോഡ് ഓഫ് പേയ്മെന്റിലും ബൈ യൂസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ, ട്രാവൽ. ലാസ്റ്റ് എന്ന് പറഞ്ഞ ടൈം ആണ്. എക്സാക്ട് ടൈം പറയാൻ പറ്റാത്ത സമയത്ത് ഇപ്പൊ നമ്മൾ പറയണം പ്ലീസ് സെൻഡ് ദ പേയ്മെന്റ് ബൈ ടുമോറോ. പിന്നെ ഗസ്റ്റ് വിൽ വെക്കേറ്റ് ദ റൂം ബൈ 11 AM. ഐ വിൽ റീച്ച് ദർ ബൈ 5 o'clock. എത്തുമായിരിക്കും എന്നുള്ളൊരു ഊഹം, ഒരു എക്സാക്ട് ടൈം അല്ലാത്തത്, അതാണ് ബൈ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് 2 കേസസ് ആണ്. ഇപ്പോ അവളാൽ തന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ഇൻവൈറ്റഡ് ബൈ മീര, അല്ലെങ്കിൽ എന്താണ് ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. ആ കത്ത് അവൻ എഴുതി എന്നുള്ളപ്പം ബൈ ഹിം. പിന്നെ ഗീതാഞ്ജലി വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഇത്രയും കേസിലാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം,
പിന്നെ ലാസ്റ്റ് വൺ ആണ് ഈ പിന്നെ അവളാൽ അല്ലെങ്കിൽ അവനാൽ എന്നുള്ളൊരു ഇത്. ഓക്കെ, സോ ഇനി പ്രപ്പോസിഷൻസ് എല്ലാം നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് ആരാണ്? ഞാൻ പറയാം. Accept yourself, love yourself, and keep moving forward. If you want to fly, you have to give up what weighs you down. By T. Bennett. Thank you so much, man. Thank you so much for your wonderful class. Thank you so much. ഓക്കെ, അപ്പോ ഞാൻ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് വിചാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് ക്ലാസ് മാത്രം എടുക്കുന്നത്. വേറെ ടോപ്പിക്കോട്ട് പോകാത്തതുകൊണ്ടാണേ. ഓക്കെ, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Ma'am. Thank you, ma'am. Thank you, ma'am.